നമസ്കാരം. ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്കിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നിതിൻ രാജിൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. നിതിൻ രാജിൻ്റെ മരണം ജാതിക്കൊലയോ? മാലൂരെ, നിതിൻ രാജിൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇത് ജാതി പറഞ്ഞ് ആ വിദ്യാർത്ഥിയെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. ശരിക്കും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരിൽ നിന്ന് പോലും ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മളത് എങ്ങനെ നോക്കിക്കാണാം? രതീഷ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ പെരുമാറുമോ എന്നുള്ളതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് വിശ്വസിക്കുമോ? കാര്യം നമ്മുടെ IIT-കളിൽ നമ്മുടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഇപ്പം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്, തിരുവനന്തപുരത്ത് ഗവേഷണ വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ. അപ്പം ഇത് എല്ലായിടത്തും കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കാര്യം ഏതാണ്ട് ഉഴമലക്കലിലെ ആ വീട്ടിൽ നിന്നും, ആ ചെറിയ വീട്ടിൽ നിന്നും ഏറെ സ്വപ്നവുമായിട്ട് ഒരു ഡോക്ടറാകണമെന്ന സ്വപ്നമായിട്ട് നിതിൻ തീവണ്ടി കയറുകയാണ് കണ്ണൂരിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ആ മെഡിക്കൽ കോളേജ് ദന്തൽ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ UK പോകണം, ഡോക്ടറാവണം, കുടുംബം നോക്കണം, വീട് മേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് അവൻ ആ മെഡിക്കൽ കോളേജിൻ്റെ പടി കടന്നത്. പക്ഷെ അവനെ കാത്തിരുന്നതോ ഈ റാമെന്ന് പറഞ്ഞ അധ്യാപകൻ. ആ അധ്യാപകൻ്റെ ക്രൂരമായ തമാശയ്ക്ക് വിധേയമാകുകയായിരുന്നവൻ. 11 മണിക്ക് വളരെ സന്തോഷമായിട്ട് നിതിൻ അമ്മയെ വിളിച്ച് പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് വണ്ടി കയറുകയാണ്, ടിക്കറ്റ് എടുക്കണം, പൈസ വേണം. അപ്പോൾ ആ 11 മണിക്ക് ശേഷം ആ കോളേജിൽ എന്താണ് സംഭവിച്ചത്? 200 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ആ 11 മണിക്ക് ശേഷം ആ കോളേജിൽ എന്താണ് സംഭവിച്ചത്? നിതിൻ എന്താണ് സംഭവിച്ചത്? ഇത് നിതിൻ്റെ ദന്തൽ കോളേജിലുമല്ല നിതിൻ മരിച്ചു കിടന്നത്, മെഡിക്കൽ കോളേജിൻ്റെ 5ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ കോളേജുകാരുടെ വാദം. ആ വാദം എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിതിൻ 11 മണിക്ക് അമ്മയെ വിളിച്ച് സന്തോഷത്തോടെ പറയുന്നു, ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും നേരത്തെ വിളിച്ചിട്ട് അമ്മയെടുത്ത് അമ്മ ഞാൻ അവിടെ കയറുകയാണ്, ടിക്കറ്റ് എടുക്കാൻ പൈസ തരണം എന്ന് പറയത്തില്ലല്ലോ. അതെ, അത്രത്തോളം മാനസികാവസ്ഥ നിൽക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ലല്ലോ. അതുമാത്രമല്ല, ഈ നിതിൻ്റെ വോയിസ് ഇപ്പോൾ മീഡിയയിലേക്ക് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ച്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീതം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിതിന് ശരിക്കും ഒരു കരാജുള്ള കുട്ടിയായിരുന്നു. കാര്യം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ടും പറയുന്നൊരു കുട്ടിയാണ് അതെ നിതിൻ. അപ്പം അത്രത്തോളം ഉള്ളൊരു കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ആൾക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയിട്ടും നീ ഇപ്പോഴത്തെ പട്ടിയാണെന്ന് പറയുന്നു, ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്നു, അമ്മയുടെ ഓപ്പറേഷൻ്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, നീ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയുടെ മകനാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഇതെല്ലാം ഈ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് നിൽക്കുമ്പോഴാണ്. എന്തെങ്കിലും പറഞ്ഞാൽ മാർക്ക് കുറയ്ക്കും എന്നുള്ള അല്ല, അത് എല്ലാ കുട്ടികളും പറയുന്നുണ്ട്. കാരണം ഇയാളുടെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇയാൾ കുട്ടികളെ പേടിപ്പിച്ച് നിർത്തുന്നത് ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാനുള്ളത് ആ 11 മണിക്ക് ശേഷം ആ കോളേജിൽ എന്ത് നടന്നു എന്നുള്ളതാണ്. റാമെന്ന് പറഞ്ഞ അധ്യാപകൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദ്യാർത്ഥികളുടെ അത്തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ള നിലയിലാണ്. ഈ അധ്യാപകൻ തന്നെ നിതിനോട് പറഞ്ഞിട്ടുണ്ട്, നീ എനിക്കെതിരെ പരാതി കൊടുത്താൽ പെട്ടിയിലെ വീട്ടിൽ പോതണം. അങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞു. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് പറയുകയാണ്,
പരാതി കൊടുത്താൽ പെട്ടിയിലേ വീട്ടിൽ പോകത്തുള്ളൂ എന്ന് ഒരു അധ്യാപകൻ പറയുകയാണെങ്കിൽ ആ അധ്യാപകൻ്റെ മനോനില എന്തായിരിക്കും? നിതിൻ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ 5ാമത്തെ നിലയിൽ കയറിപ്പോയത്? 5ാമത്തെ നിലയിലേക്ക് മിഥുന് കയറി പോകേണ്ട ഒരു ആവശ്യകതയുമില്ല. അപ്പോൾ ആരോ ഒന്നെങ്കിൽ 5ാമത്തെ നിലയിലേക്ക് മിഥുനെ കൊണ്ടുപോയിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അവിടെ ആത്മഹത്യയാണ് നടന്നതെങ്കിൽ മെഡിക്കൽ കോളായിരിക്കുമല്ലോ, CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അത് പുറത്തു വിടണമല്ലോ. പക്ഷേ ശരിക്കും നിതിനെ സംബന്ധിച്ച് വലിയ തോതിൽ മനോവേദന ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതിൽ യാതൊരുമായിട്ടുള്ള സംശയമില്ല. ഇല്ല, അത് കൃത്യമാണ്. കാരണം അവൻ ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് അവൻ കടന്നു പോയിട്ടുള്ളത്. സമാനതകളില്ലാത്ത മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പം ഇത് കൃത്യമായി ഉത്തരം നൽകേണ്ടത് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും അവിടുത്തെ അനധ്യാപകരുമായ ആൾക്കാരാണ്. എല്ലാ മേഖലകളിലും എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും ഈ ജാതി വിഭജനം കൃത്യമായിട്ടുണ്ട്. ഏത് മേഖല പരിശോധിക്കുമ്പോഴും എല്ലാ മേഖലയിലും ഈ ജാതി വിഭജനം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ജാതി വിഭജനമുണ്ട്. അത് ലോകത്തെല്ലായിടത്തുമുണ്ട്. ഈ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് അത് വെറുതെയാണ്. അതിൻ്റെ ഇടക്കാലത്ത് ഒത്തിരി സംഭവങ്ങൾ, ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ പോലും ലിഫ്റ്റിക്ക് ഇട്ടു എന്നുള്ള ഒരു വിദ്യാർത്ഥി ലിഫ്റ്റിക്ക് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപിക കളിയാക്കുന്നു. ആ അധ്യാപിക കളിയാക്കിയതിൻ്റെ മനോവിഷമത്തിൽ ആ വിദ്യാർത്ഥി മരിക്കുന്നു. പിന്നെ ഒരു കുട്ടിക്ക് പോലും ഈ ഹരിപ്പാട് തന്നെ ഒരു 4ാം ക്ലാസ് ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു മനോവിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഒരു അധ്യാപിക അവർ പെരുമാറുന്നു. സർവകലാശാലയിൽ, പിന്നെ വയനാട്, അങ്ങനെ നിരന്തരം ഈ നമ്മൾ നിൽക്കുന്ന ഉന്നത തലത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിനുള്ളിൽ ഈ ജാതി കൃത്യമായിട്ടുണ്ട് എന്ന് ജാതി വെറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്നും ഒരു വിദ്യാർത്ഥി അത്രയും ചുറ്റുപാടിൽ നിന്നും അവൻ പഠിക്കാനായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവനെ പഠിപ്പിക്കേണ്ട അധ്യാപകർ തന്നെ പറയുകയാണ്, നീ ഒന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞ് അവനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് അവനെ കൊന്നിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു പരസ്യവാചകമാണ്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം പ്രൊമോട്ട് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടൊന്നുമല്ല. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാകണമെങ്കിൽ ജാതി ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയാൻ പറ്റും. നമ്മുടെ ഈ കേരളത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഈ ജാതീയതയുണ്ട്, അത് കൃത്യമാണ്. മാലൂർ പറഞ്ഞോട് ഞാനും യോജിക്കുകയാണ്. കേരളത്തെ ഉഴുതുമറിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസനും ആദിശങ്കരനും ചട്ടമ്പി സ്വാമികളും പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും വൈകുണ്ഠസ്വാമികളും ഒക്കെ തന്നെ ജാതീയതയ്ക്കെതിരെ പോരാടിയ ഒരു നാടുകൂടിയാണ് നമ്മുടെ കേരളം. ഒരു ജാതിരഹിത കേരളത്തെ സൃഷ്ടിക്കാൻ കേരളത്തിൻ്റെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും നിതിൻ രാജിന് നീതി ലഭിക്കട്ടെ.